വിധിയിലുള്ള വിശ്വാസം 4 കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിപൂർണമായ ഇൽമുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് വിശ്വസിക്കലാണ്. അവൻ അറിയാത്തൊന്നില്ല. സൂക്ഷ്മമായതും പ്രകടമായതും അള്ളാഹുവിനറിയാം, അദൃശ്യമായതും ദൃശ്യമായതും അവനറിയാം. അവൻ അറിയാത്തതൊന്നുമില്ല. കഴിഞ്ഞുപോയത് അവനറിയാം, നടന്നുകൊണ്ടിരിക്കുന്നത് അവനറിയാം, അതുപോലെ വരാനിരിക്കുന്ന കാര്യം അവനറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവർക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അവനറിയാം, കഴിഞ്ഞു പോയത് അവനറിയാം. അവനറിയാത്തൊരു കാര്യമല്ല. ഞാൻ പറയാറ്, നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ഖദറിൽ വിശ്വസിക്കാതെ പറ്റില്ല. അള്ളാഹ് ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഖദറിൽ വിശ്വസിക്കണം. എന്നതാ, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അവൻ എന്തായാലും എല്ലാം അറിയുന്നവനാണ്. അവനെല്ലാം അറിയാത്തവനാകാൻ ഒരു വഴിയുമില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് എല്ലാം അറിഞ്ഞവനായിരിക്കണം. അവൻ ഒരിക്കലും ജഹൽ, അറിവില്ലായ്മ എന്ന അവസ്ഥ ഉണ്ടാകുക എന്നത് ഒരിക്കലും അനുയോജ്യമല്ല. അതൊരിക്കലും സാധിക്കില്ല. അത് ബുദ്ധിക്ക് യോജിച്ചതല്ല. അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതാണ് ഒന്നാമത്തെ പാഠം, ഖളാ ഖദറിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അറിഞ്ഞ കാര്യമെല്ലാം അവൻ ഇനി വരാനിരിക്കുന്ന പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാകട്ടെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാകട്ടെ, അവൻ പ്രവർത്തിക്കാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആണ് രണ്ടാമത് വിശ്വസിക്കേണ്ടത്. ഖദറിൻ്റെ രണ്ടാമത്തെ ഭാഗം കിതാബ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കലാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊൻ, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിക്കാതെ. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. ഒരു ഉണങ്ങിയതോ നനഞ്ഞതോ ഒരു ധാന്യമണി പോലും അവൻ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതായില്ല. അള്ളാഹു അവൻ്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഖൽഖ്, അവനാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുക. അവനാണ് നിൻ്റെ പ്രവർത്തനത്തെ സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചത്, എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പഠിച്ചത് അവനാണ്. ചില ആളുകൾ ഖദരിയാക്കൾ, അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചവർ പറഞ്ഞു എല്ലാത്തിനെയും അള്ളാഹു പഠിച്ചതാണ്, പക്ഷേ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഗുരുതരമായ വാദമാണത്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ചില ആളുകൾ 2 നസീഹത്തുകൾ ഞാനിവിടെ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, അൽ ഇമാം അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഖദർ എന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രഹസ്യമാക്കി വെച്ച അള്ളാഹുവിൻ്റെ സിറുകളിൽപ്പെട്ടതാണ്, രഹസ്യത്തിൽപ്പെട്ടതാണ്. സൂര്യനെ നോക്കുന്നത് പോലെയാണ് ഖദറിൻ്റെ കാര്യം. അതിലേക്ക് നീ എത്രമാത്രം തറപ്പിച്ചു നോക്കുന്നോ അത്രയും നിൻ്റെ കണ്ണുകേട് വരും. ഖദർ അത് അള്ളാഹു പറഞ്ഞു വിശ്വസിക്കുക. ഇതെങ്ങനെയാണ്, കൈഫ്, എങ്ങനെ സംഭവിക്കുന്നു? അത് അള്ളാഹു നിനക്ക് മറച്ചു വെച്ച കാര്യമാണ്. നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നീ ശ്രമിച്ചാലും നിനക്ക് സാധിക്കില്ല. നിൻ്റെ ബുദ്ധിയുടെ കഴിവിൽപ്പെട്ടതല്ല. നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ ദുനിയാവിലെ എല്ലാ കാര്യം? ഇല്ല. ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമാണ്, അവൻ്റെ അറിവാണ്. അതിൻ്റെ ആഴവും വിശാലതയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് നിനക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ ദുകിറൽ ഖദറു ഫഅംസികൂ, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഇത്തരം ചർച്ചകൾ, അതായത് ആളുകൾ അതിലുള്ള ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഖദറാക്കിയ പിന്നെ നമ്മളെന്തിനാണ് എന്നൊക്കെ ജാതിയുള്ള ചോദ്യങ്ങൾ, ഇദാ ദുകിറൽ ഖദർ ഫഅംസികൂ, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ ആ സംസാരം അവസാനിപ്പിക്കുക. ഖദർ പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഖദർ പഠിക്കണം. ചില ആളുകൾ ഖദറിനെ കുറിച്ച് ഒന്നും കേൾക്കില്ല. അങ്ങനെയല്ല, പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ പഠിക്കണം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് അവസാനിപ്പിക്കണം. ഒന്നാമത്തെ നസീഹത്ത് അതാണ്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു എല്ലാം തീരുമാനിച്ചു എങ്കിൽ
പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറഞ്ഞു, മനുഷ്യർക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഞാനിക്കത് എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നു, എന്നാരെങ്കിലും തടഞ്ഞു വെക്കുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നത് എന്നെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന അല്ലാഹു വിധിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കിതിന് സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് ഇത് ഒരുമിക്കുന്നത്? അല്ലാഹു അലം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും അതോടൊപ്പം മുൻപ് ഇത് വിധിക്കാനും അവൻ കഴിവുള്ളവനാണ്. എങ്ങനെ സാധിക്കുന്നു? പിന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഖദർ ഖുദ്റത്തുല്ലാഹ്. ഖദർ എന്നത്, വിധി എന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്. നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായി ഇത് എങ്ങനെ സംഭവിക്കുന്നു നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ദുനിയാവുള്ള കാര്യങ്ങൾ തന്നെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ഇതിങ്ങനെ എന്തുകൊണ്ട് വെള്ളം അത് തീയിനെ കെടുത്തുന്നു, എന്തുകൊണ്ട് കെടുത്തുന്നു? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വെള്ളത്തിൽ ഇന്ന മോളിക്യൂളുണ്ട്, ഇന്ന ആറ്റമുണ്ട്, അത് എന്തുകൊണ്ട് ആ ആറ്റം തീയിൻ്റെ ആറ്റത്തിന് കെടുത്തുന്നു, എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതങ്ങനെ നിശ്ചയിച്ചുകൊണ്ടെന്നല്ല, വേറൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് സയൻസിനെ കുറിച്ച് തന്നെ ആളുകൾ പറയാറ്, ശാസ്ത്രത്തെക്കുറിച്ച്. ശാസ്ത്രത്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം, ഇന്ന പാർട്ടിക്കിൾ വരുന്നതുകൊണ്ടാണ്, എന്തുകൊണ്ട് ആ പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ വെളിച്ചം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാലും, ഒരാൾ തെന്നി വീഴുന്നു, എന്തുകൊണ്ടാണ് തെന്നി വീണത്? അവൻ്റെ കാലിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറഞ്ഞു പോയി, അവിടെ വെഴുപ്പുണ്ടാകുന്നൊരു സാധനം ഉണ്ടായി, അതുകൊണ്ടാണ് കാല് തെന്നി വീണത്, പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വെഴുപ്പുണ്ടാകുമ്പോൾ ആൾ വീഴുന്നത് ചോദിച്ചാലോ, എന്തുകൊണ്ട് ആൾ വീണുകൂടാന്ന് ചോദിച്ചാലോ ഉത്തരം പറയാൻ പറ്റില്ല. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരാൾ പറയാണ് എന്തുകൊണ്ട് തെങ്ങ് അതിൻ്റെ മുകളിൽ തന്നെ തേങ്ങ ഉണ്ടാവും, എൻ്റെ വേരിലുണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത്. ആ എന്തുകൊണ്ട് എന്നതിനുള്ള ഉത്തരം നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. ഖളാ ഖദറിലുള്ള വിശ്വാസം ഈ രൂപത്തിലാണ് അതിനെ നാം അതിനെ നാം അംഗീകരിക്കേണ്ടത്. ഖദറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഖദർ കൊണ്ടുള്ള ഉപകാരം? പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കാൻ നിനക്കത് ശക്തി നൽകും. അതുപോലെ സന്തോഷങ്ങൾ ഉണ്ടായാൽ അഹങ്കരിക്കാതെ നിന്നെ അത് പിടിച്ചു വെക്കും. ഇതാണ് ഖദർ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഫലം.